ഇപ്പോൾ ഒരു ക്ലയന്റിന് ഇ കോമേഴ്സ് വെബ്സൈറ്റ് ക്രിയേറ്റ് എന്ന് വിചാരിക്കും. ദേ ഡോണ്ട് നോ വാട്ട് ഓൾ പ്ലാറ്റ്ഫോംസ് ആർ ദെയർ ഓർ ഏത് പ്ലാറ്റ്ഫോംസ് എടുക്കേണ്ടതെന്നുള്ള ഒരു ടെക്നിക്കൽ ഇൻഡെപ്ത് ഒന്നും എല്ലാവർക്കും ഉണ്ടാവില്ല. ഓക്കെ, അൺലെസ് ദേ ആർ വെരി ടെക്നോളജി മെച്ചർ. ദേ എൻഡ് അപ്പ് വർക്കിംഗ് വിത്ത് ജനറിക് ഏജൻസി. ജനറിക് ആയിട്ടുള്ള ഏതെങ്കിലും ഏജൻസി എന്ന് പറയും ഇ കോമേഴ്സ് ആണോ ചെയ്യാം, റോക്കറ്റ് വിടാണോ റോക്കറ്റ് വിടാം, അങ്ങനത്തെ ഏജൻസി എല്ലാം എടുക്കും. ഓക്കെ, പക്ഷേ ഈ മെജന്റോയിൽ മൂന്നാമത്തെ ഒരു ഫാക്ടർ വെച്ചാൽ അത് കോംപ്ലക്സ് ആണ്. നോട്ട് എവറിബഡി ക്യാൻ ക്രാക്ക് ഇറ്റ് അൺലെസ് യു ഹാവ് ഇൻ ഡെപ്ത് എക്സ്പെർട്ടീസ് വിച്ച് വി ഹാഡ്. അപ്പോൾ ഈ പ്രൊജക്ട്സ് ഒക്കെ ഇങ്ങനത്തെ ജനറിക് ഏജൻസീസ് ചെയ്യുമ്പോൾ അധികവും ഇങ്ങനെ ഫെയിൽ ആവാൻ തുടങ്ങി. കാരണം വെബ്സൈറ്റ് മര്യാദയ്ക്ക് വർക്ക് ചെയ്യില്ല, ബഗ്സ് ഉണ്ടാവും, ഹാക്കായി പോകും, ഡൗൺ ആവും, അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷനിൽ അവർ പിന്നെ ആലോചിക്കും ഇവർക്ക് ഈ പണി അറിയില്ല, നമ്മൾ മെജന്റോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇനി അവർ നോക്കുകയാണ് ഈ മെജന്റോയിൽ ഇത്രയും വന്ന് ഇതൊക്കെ ഒന്ന് നമ്മൾ റെസ്ക്യൂ ചെയ്യാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ, ഇതാണ് അവർ നാച്ചുറലി നോക്കാം. അപ്പൊ അവർ അടിച്ചു നോക്കും, ഹു ആർ ദ മെജന്റോ ഗൈസ്. അപ്പൊ നമ്മൾ പൊങ്ങി വരും. അല്ലാതെ ഇപ്പൊ ഒരാൾക്ക് ഇ കോമേഴ്സ് വേണമെന്ന് ആലോചിക്കും നമ്മൾ അവിടെ പൊങ്ങി വരുന്നില്ല, അതിനുള്ള മാർക്കറ്റിംഗ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെയാണ് നമുക്ക് കുറെ എന്ത് കിട്ടുന്നത്, ക്ലയൻസിന് കിട്ടുന്നത്. സോ വൺസ് ദേ കം, അപ്പൊ അവരുടെ എക്സ്പെക്ടേഷൻ ഇപ്പൊ ഭയങ്കര ലോ ആണ്. കാരണം ഓൾറെഡി പരിപ്പാക്കി വെച്ച സാധനമാണ്, ബേൺഡായി. അപ്പൊ നമ്മൾ വന്നിട്ട് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കും. കാരണം നമ്മളെല്ലാം ചെയ്യുന്ന സംഭവമാണല്ലോ. അവര് ഭയങ്കര ഇത് കൊള്ളാലോ, അപ്പൊ ഇനി ഇവരെന്നെ മതി. അപ്പൊ പിന്നെ നമ്മൾ വി ബിക്കം ദ ടെക് പാർട്ട്ണർ.